നമസ്കാരം. നിർമ്മിത ബുദ്ധിയുടെ നേട്ടങ്ങൾ ലോകം ചർച്ച ചെയ്യുകയാണ്. കോൺഗ്രസ് നേതാക്കൾ കൂടോത്രത്തിന്റെ പുറകെയും. ഇവരുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ ജനങ്ങളെ ഇവർ ശിലായുഗത്തിലേക്കാവും കൊണ്ടുപോവുക. ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിന്റെയും പരിഷ്കരണത്തിന്റെയും മനോഭാവം വികസിപ്പിക്കേണ്ടത് എന്നിവ പൗരന്റെ കർത്തവ്യമാണെന്ന് ഭരണഘടനാ നിർമ്മാണ വേളയിൽ ജവഹർലാൽ നെഹ്റു പ്രത്യേക താല്പര്യമെടുത്ത് എഴുതി ചേർത്ത വകുപ്പായിരുന്നു. ഇത് പൂർണ്ണമായി തള്ളിക്കളയുന്ന നിലപാടുകളാണ് പാർട്ടിയുടെ 2 MP-മാർ സ്വീകരിച്ചിരിക്കുന്നത്. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താന്റെയും സുധാകരന്റെയും സാന്നിധ്യത്തിലാണ് മന്ത്രവാദി തകിടും മറ്റു കൂടോത്ര സാമഗ്രികളും കുഴിച്ചെടുത്തത്. ആധുനിക കാലത്ത് ശാസ്ത്രവും ലോകവും കുതിക്കുമ്പോഴാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ കൂടോത്ര കഥയുമായി രംഗത്തെത്തുന്നത്. വിദ്യാഹീനരായ അന്ധവിശ്വാസികളെക്കാൾ സമൂഹത്തിന് അപകടം വിദ്യാസമ്പന്നരായ അന്ധവിശ്വാസികളാണ്. കോൺഗ്രസുകാരെയും രാജ്യത്തെ ജനങ്ങളെയും ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു പഠിപ്പിച്ചത് ഇതായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ശാസ്ത്രബോധം വളർത്തേണ്ടത് പൗരന്റെ ഉത്തരവാദിത്തമാണെന്നും ഭരണഘടനയിൽ എഴുതി ചേർത്തത്. ആ നെഹ്റുവിന്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടോത്രം ചെയ്ത് തന്നെ ചിലർ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് നടക്കുന്നു. കണ്ണൂരിലെ വീട്ടിലും പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവനിലും സ്ഥാപിച്ച കൂടോത്രങ്ങൾ പുറത്തെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത്. തകിടുകളും രൂപങ്ങളും കണ്ടെത്തിയെന്ന് K സുധാകരൻ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ കാലത്തും കൂടോത്ര കഥയുമായി വരുന്ന ഇത്തരം നേതാക്കൾ എങ്ങനെയാണ് ഭാവി തലമുറയ്ക്ക് ശാസ്ത്രാവബോധം പകർന്നു കൊടുക്കുമെന്ന് കരുതാൻ കഴിയുക?